ഡോക്ടറുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു വഴിത്തിരിവിന് കാരണമായതാണ് ഇളയ മകൻ ജിമ്മിയുടെ ജനനം. വളർച്ചയിലും ജീവിതത്തിലും ചിന്താഗതിയിലും വ്യക്തിത്വത്തിലുമൊക്കെ ഏറെ വ്യത്യസ്തതകൾ വച്ചു പുലർത്തുന്ന ഈ ഇളയ മകൻ സത്യത്തിൽ പുത്രസ്നേഹത്തിൻ്റെ നിറവാണ്, അതിൻ്റെ പ്രതീകമാണ് ഈ ജിമ്മി പടനിലം സെൻറ്റർ. ഡോക്ടറുടെ ജീവിതത്തിൽ ഏറെ സ്വാധീനം ചെലുത്തുന്ന ഈ ഇളയ മകനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഡോക്ടറുടെ ഇളയ മകൻ ജിമ്മി, നമ്മളൊക്കെ ജിമ്മിച്ചൻ എന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന ആ മകനെക്കുറിച്ചാണ് ഞങ്ങൾക്ക് കൂടുതൽ അറിയേണ്ടത്. ടീച്ചർ പറഞ്ഞത് വളരെ ശരിയാണ്. ഞങ്ങളുടെ ജീവിതത്തിലും എൻ്റെ ചിന്താഗതിയിലും സാരമായ മാറ്റം വരുത്തിയ ഒരു സംഭവമായിരുന്നു ജിമ്മിയുടെ ജനനം. എൻ്റെ ഇളയ മകൻ, രണ്ടാമത്തെ മകൻ ജോജോ ഏകദേശം 10.5 വയസ്സായി കഴിഞ്ഞ സമയത്താണ് പൊന്നമ്മയ്ക്ക് വലിയ ഒരാഗ്രഹം, ഒരു പെൺകുഞ്ഞ് വേണമെന്നുള്ളത്. എനിക്കതിനകത്ത് ആ സമയത്ത് മറ്റ് മൂത്ത മക്കൾ രണ്ടുപേരും പ്രായമായി കഴിഞ്ഞു. അവർ സ്കൂളിൽ സന്തോഷമായിട്ട് പഠിക്കുന്നു. അതിനിടയിൽ വേറൊരു കുഞ്ഞൂടെ ഉണ്ടാകുന്നതിനെക്കുറിച്ച് എനിക്ക് ഒരു സമ്മിശ്ര വികാരമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ പൊന്നമ്മയ്ക്ക് അതിൽ വളരെ നിർബന്ധമായി തോന്നിയത് കൊണ്ട് അങ്ങനെ ഞാനതിന് സമ്മതിച്ചു. അതിനുശേഷം പൊന്നമ്മ വളരെ ഭക്തിപൂർവം പള്ളിയിൽ പോയി ഒരു പെൺകുഞ്ഞിനെ നൽകണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഏകദേശം 3 വർഷത്തോളം അടുത്തുള്ള ഒരു ഷ്രൈൻ എന്ന് പറയുന്നത്, അതായത് അവിടെ ഒരു തീർത്ഥാടന കേന്ദ്രം പോലെ, നമ്മുടെ പാറയപ്പള്ളിയോ അല്ലെങ്കിൽ അവിടെ കാരി ഒഹായോ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു പള്ളിയുണ്ടായിരുന്നു. അവിടെ ഒരുപാട് തീർത്ഥാടകർ വരുന്നൊരു സ്ഥലമായിരുന്നു. അവിടെ പോയി ആഴ്ചയിൽ 2-3 ദിവസം അവിടെ പോയിരുന്നു. മാതാവിനോട് പ്രാർത്ഥിക്കുക, എല്ലാ ദിവസവും പള്ളിയിൽ പോവുക, അങ്ങനെ വലിയ ഒരു ഭക്താനുഷ്ഠാനങ്ങളിൽ അങ്ങ് മുഴുകി ഒരു പെൺകുഞ്ഞിനെ കിട്ടണമെന്ന് പറഞ്ഞ് അങ്ങനെ ആശ്രമിച്ചു. അത് പക്ഷേ അവസാനം ഒരു DNC വരെ ചെയ്താണ് പ്രഗ്നൻ്റായത്. പ്രഗ്നൻ്റായി കഴിഞ്ഞ് ഗർഭസമയത്ത് യാതൊരു പ്രശ്നങ്ങളും ഉള്ളതായിട്ട് തോന്നിയില്ല. ഇടയ്ക്ക് ഇവിടെ അമേരിക്കയിൽ നിന്ന് ഇവിടെ തിരിച്ച് പൊന്നമ്മയുടെ ഒറ്റമകളായിരുന്നത് കൊണ്ടും അന്ന് അച്ചാച്ചൻ ഒറ്റയ്ക്കായിരുന്നു, പൊന്നമ്മയുടെ ഫാദർ ഒറ്റയ്ക്കായിരുന്നു. മദർ മരിച്ചു കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞായിരുന്നത്. ഇവിടെ വന്ന സമയത്ത് എന്തോ അരിഷ്ടതകളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞായിരുന്നു വന്നത്. അന്നേരം എന്തോ അസ്വസ്ഥതകളൊക്കെ ഉണ്ടായി. പക്ഷേ സാരമായിട്ട് ഒന്നും തോന്നിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം അമേരിക്കയിൽ വന്നു. പ്രസവം പൊതുവെ നോർമൽ ഡെലിവറി എന്ന് തന്നെ പറയാം. പ്രസവിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ജിമ്മിയുടെ പെടലി ഒരു വശത്തേക്ക് ഇങ്ങനെ ചെരിഞ്ഞ് ആണ് ഇരുന്നത്. അതിന് ടോർട്ടിക്കോളിസ് എന്ന് പറയും. അതൊരു കോംപ്ലിക്കേഷൻ. ഒന്നര പെടലി തിരിച്ച് വെച്ച ഒരു 5-6 ആഴ്ച പ്രത്യേക പൊസിഷനിൽ വെച്ച് കഴിയുമ്പോഴത്തേക്ക് അത് കറക്റ്റ് ചെയ്യാനുള്ള പ്രോബ്ലമേ ഉള്ളൂ. അതല്ലാതെ കണ്ട് വേറെ യാതൊരു പ്രശ്നങ്ങളും കുഞ്ഞിനുള്ളതായിട്ട് തോന്നിയില്ല. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നു, അവന് ഉറക്കം വളരെ കുറവായിരുന്നു. പകൽ ഉറങ്ങുക എന്നുള്ളൊരു പ്രശ്നമേ ഇല്ലായിരുന്നു. രാത്രി ഞങ്ങൾ ഉറങ്ങുമ്പോൾ മാത്രമേ ഉറങ്ങത്തുള്ളൂ, അല്ലാത്ത ഒരു സമയത്തും ഉറങ്ങത്തില്ല. അതൊരു പ്രത്യേകതയായിട്ട് ഞങ്ങൾ നോട്ട് ചെയ്തായിരുന്നു ആരംഭം മുതലേ. പിന്നെ ഈ ഫോർമുല കൊടുക്കാനായിട്ട് പീഡിയാട്രീഷ്യൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേ ഈ എൻഫമിൽ എന്ന് പറയുന്ന ഒരു ഇതായിരുന്നു ഞങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത്, ഒരു ഫോർമുലയായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. അതൊന്നും മാറ്റി ഒരു സോയാബീൻ ഫോർമുല കൊടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് ഒരു 24 മണിക്കൂർ നേരത്തേക്ക് ഇവിടെ ഒരു നിരാഹാര സത്യാഗ്രഹം പോലെ യാതൊരു കാരണവശാലും അത് സ്വീകരിക്കത്തില്ലെന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയോടുകൂടി ചെയ്ത അവസാനം പിന്നെ വീണ്ടും എൻഫമിൽ തന്നെ ഞങ്ങൾ തുടങ്ങി. ഈ ഉറക്കത്തിലൊക്കെ ഈ പ്രശ്നം എന്താണെന്ന് ഞങ്ങളുടെ 1-2 ഞങ്ങൾക്ക് സഹപാഠി എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന 1-2 പീഡിയാട്രീഷ്യൻസ് ഉണ്ടായിരുന്നു. അവരോട് ചോദിച്ചപ്പോഴത്തേക്ക് അതിനകത്ത് പ്രത്യേകമായ അസുഖത്തിൻ്റെ ലക്ഷണമൊന്നും അല്ല, ഒന്നും പേടിക്കേണ്ട കാര്യമില്ല, ഒരു നോർമൽ വേരിയേഷൻ എന്നുള്ളതിൽ അതിൽ കവിഞ്ഞൊന്നും കാര്യമായിട്ട് കണക്കാക്കേണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങ് പോയി. അത് കഴിഞ്ഞൊരു 1.5 വയസ്സായ കഴിഞ്ഞ പിന്നെയാണ് ഇവൻ പതുക്കെ എഴുന്നേറ്റ് ആദ്യത്തെ സ്റ്റെപ്പ് എടുക്കാൻ തുടങ്ങിയത്. 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് മറിഞ്ഞ് വീഴുകയൊക്കെ ചെയ്തെങ്കിലും അതിനുശേഷം പിന്നീട് യാതൊരു പ്രോഗ്രസ്സും ഉണ്ടായില്ല. ഒരു 1.5 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എടുക്കാൻ തുടങ്ങിയത്. ആ സമയത്ത് ഞങ്ങൾ വീണ്ടും ഒരു പീഡിയാട്രീഷ്യനെ കണ്ടു. അദ്ദേഹം അവനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് എല്ലാ ടെസ്റ്റുകളും ചെയ്തു. പിന്നെ അവിടുത്തെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഒരു കൺസൾട്ടേഷൻ നടത്തി, ഒരു പീഡിയാട്രീഷ്യൻ്റെ അവിടെ ക്രോമസോം ടെസ്റ്റൊക്കെ ചെയ്ത്. എന്നിട്ടും ഒരു രോഗവും കണ്ടില്ല. അപ്പോൾ 2 വയസ്സ് ആയപ്പോഴത്തേക്ക് ഞങ്ങൾ നാട്ടിലേക്ക്
ഒന്ന് വന്നു. നാട്ടിലേക്ക് വന്നപ്പോൾ നോർത്ത് ഇന്ത്യ വഴി ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഇവിടെ ഡൽഹിയിൽ. അവരുടെ നിർബന്ധപ്രകാരം ഞങ്ങൾ ഡൽഹി വഴിയാണ് വന്നത്. അവിടെ വന്നു കഴിഞ്ഞ് ഞങ്ങൾ താജ്മഹൽ കാണാൻ പോയി. താജ്മഹൽ കാണാൻ പോയപ്പോഴത്തേക്ക് താജ്മഹാളിനകത്ത് കയറിയ മുംതാസ് മഹാളിൻ്റെ ആ ശവകുടീരത്തിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പം ജിമ്മി ബിക്കെയിം വെരി വയലൻറ്റ്. ഞാനെടുത്തിരിക്കുകയായിരുന്നു, എൻ്റെ മുഖത്തിട്ട് അടിക്കുക, ഭയങ്കര ഒരു രീതിയിലും പുള്ളിയെ കൺട്രോൾ ചെയ്യാനൊക്കെ. ഞാൻ അവിടുന്ന് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ ശാന്തനായി. അത് കഴിഞ്ഞ് ബാക്കി ട്രിപ്പിലൊന്നും ഒരു പ്രശ്നവുമില്ലായിരുന്നു. ആ ഒരു സന്ദർഭത്തിൽ എന്താണെന്നറിയാൻ ഏതാണ്ട് ബാധ കയറിയ പോലെ അവനങ്ങ് പെരുമാറി. ആ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഇവിടെ ഓരോരുത്തർ ഇങ്ങനെ കുഞ്ഞിൻ്റെ എന്തോ ഒരു കണ്ടാലൊരെന്തോ ഒരു അരിഷ്ടത പോലെ തോന്നിയത് കൊണ്ട് ചിലർ പറഞ്ഞു ചില ആയുർവേദം ചെയ്യണം ഇതാന്നെല്ലാം പറഞ്ഞു. അന്ന് ആയുർവേദമൊന്നും ഞങ്ങൾ ചെയ്തില്ല, തിരിച്ചങ്ങ് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇവിടെ പൊന്നമ്മയുടെ ഫാദർ ഇവിടെ ഒറ്റയ്ക്കായിരുന്നുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പൊന്നമ്മ വരുമായിരുന്നു, കുഞ്ഞുമായിട്ട് വരുമായിരുന്നു. അങ്ങനെ ആ സമയത്ത് ഒരിക്കൽ ആയുർവേദ ചികിത്സയൊക്കെ ചെയ്തു നോക്കി. പക്ഷേ യാതൊരു പ്രയോജനവും പുരോഗതിയൊന്നും ഇതിൽ നിന്ന് ഞങ്ങൾക്ക് ശ്രദ്ധിച്ചില്ല. പിന്നെ 7ാമത്തെ വയസ്സിൽ ജിമ്മിക്ക് ആദ്യമായിട്ട് ഈ കൺവൾഷൻ ഫിറ്റ്സ് ഉണ്ടായി. അത് ആദ്യത്തെ 5-6 വർഷക്കാലം പനിയൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് ഫിറ്റ്സ് ഉണ്ടാകുന്നത് കാര്യമായിട്ട് കണക്കാക്കേണ്ടതല്ല. പക്ഷേ 7ാമത്തെ വയസ്സിൽ ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞു. പനിയോടുകൂടിയാണ് ഉണ്ടായെങ്കിൽ തന്നെയും അത് സാരമായിട്ട് കണക്കാക്കേണ്ട ഒരു സംഗതിയാണെന്ന് പീഡിയാട്രീഷ്യൻസ് പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്തു. ഈ ബ്രെയിനിൻ്റെ റെക്കോർഡിങ് ഇതാണ്, ബ്രെയിൻ വേവ്സ് റെക്കോർഡിങ് EEG എന്ന് പറയും. അത് സാധാരണ അബ്നോർമലായിരിക്കും ഈ കൺവൾഷൻസൊക്കെ ഉണ്ടാകുന്ന കുട്ടികൾ. പക്ഷേ ജിമ്മിയുടെ കാര്യത്തിൽ യാതൊരു പ്രശ്നവും, ബ്രെയിൻ വേവ് ടെസ്റ്റ് എടുത്തിട്ട് യാതൊരു പ്രശ്നവും കണ്ടില്ല. അങ്ങനെ അത് പിന്നെ എല്ലാ ബോൺസും എല്ലാം എക്സ്റേ ചെയ്യാവുന്ന ഒരു ബർത്ത് ഡിഫെക്റ്റ് സ്പെഷ്യലിസ്റ്റ് ജർമ്മനിയിൽ നിന്ന് ഞങ്ങളുടെ എൻ്റെ ഒരു സ്നേഹിതൻ്റെ ഹോസ്പിറ്റലിൽ ഏകദേശം 600 മൈൽ അകലെ ഒരു ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തെ പോയി കണ്ടു. അദ്ദേഹം 2 ദിവസം പിന്നെ അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞേച്ച് പറഞ്ഞു, എന്താ രോഗമെന്ന് എനിക്കറിയാൻ വയ്യ, നമുക്ക് ശാസ്ത്രീയമായിട്ട് നിർണ്ണയിക്കാവുന്ന ഒരു രോഗവും മോനില്ല, പക്ഷേ അവനും ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് പ്രശ്നമുള്ളതുപോലെ നിങ്ങൾ കൈകാര്യം ചെയ്തോണം കുഞ്ഞിനെ എന്നിങ്ങനെ ഞങ്ങളോട് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നീട് ജിമ്മി ആയുർവേദ ചികിത്സയൊന്നും പലതും ഞങ്ങൾ അത് കഴിഞ്ഞും ചെയ്തെങ്കിലും യാതൊരു പ്രയോജനം അതുകൊണ്ടൊന്നും ഉണ്ടായില്ല. അങ്ങനെ പക്ഷേ സ്കൂളിൽ പോകുന്ന സമയത്ത് പുള്ളിക്ക് ആകപ്പാടെ തീരെ അതൃപ്തിയായിരുന്നു. ആരംഭത്തിൽ ഒരു ടീച്ചറിനോട് അവർക്ക് വലിയ ഇഷ്ടമായിരുന്നു. ആ ടീച്ചർ എന്നാ പറഞ്ഞാലും അവൻ ചെയ്യുമായിരുന്നു. സാധാ സ്കൂളിൽ തന്നെയാണ് ഞങ്ങൾ വിട്ടത്. പക്ഷേ അതൊരു സ്പെഷ്യൽ പ്രോഗ്രാമായിരുന്നു. ഈ സ്പെഷ്യൽ ട്രെയിനിങ് ഉള്ള ഒരു ടീച്ചറായിരുന്നു അവിടെ പഠിപ്പിച്ചിരുന്നത്. ആ ടീച്ചറിനെ അവനെ വലിയ പാം ബെറോസ് എന്നായിരുന്നു എൻ്റെ പേര്. അതിനെ അവന് വലിയ ഇഷ്ടമായിരുന്നു. അത് കഴിഞ്ഞ് വേറൊരു ക്ലാസ്സിലേക്ക് പ്രൊമോഷൻ ആയപ്പോൾ ആ ടീച്ചറിന് ഇവനോട് എന്തോ ഒരു അതൃപ്തി എന്ന് ജിമ്മിക്ക് തോന്നിയത് കാരണം ക്ലാസ്സിൽ ബഹളം ഉണ്ടാക്കുകയും ക്രയോൺസ് കടിച്ച് തിന്നുകയും ഇതൊക്കെ ഇതായിരുന്നു. അപ്പം അവിടെയുള്ള വേറെ ആ ഒരു ഇതൊരു മിഡിൽ സ്കൂളായിരുന്നു. 8 ഗ്രേഡ് വരെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അവിടുത്തെ വൈസ് പ്രിൻസിപ്പൽ ഇവൻ്റെ കൂടെ വന്ന് അവനെ ഒരു മുറി കൊണ്ട് ഇരുത്തി ഒറ്റയ്ക്ക് അവിടെ കൂടെ ഇരുന്ന് ഒരു ബേബി സിറ്റർ പോലെ ഇരുന്ന് അവനെ പരിചരിക്കുമായിരുന്നു. ഇങ്ങനെ വലിയ ബഹളം ഉണ്ടാക്കുമ്പോഴത്തേക്ക് അവസാനം ആ ടീച്ചറിൻ്റെ ക്ലാസ്സിൽ നിന്ന് ഇവനെ മാറ്റേണ്ടി വന്നു. മാറ്റിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നു. അവിടുത്തെ സൂപ്രണ്ട് എൻ്റെ ഒരു പേഷ്യൻ്റ് ആയിരുന്നത് കാരണം വളരെ അനുഭാവപൂർവ്വമായിട്ടായിരുന്നു ജിമ്മിയോട് പെരുമാറിക്കൊണ്ടിരുന്നത്. അവിടെ സ്കൂൾ സൂപ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലേതുപോലെ അവിടെ ഒരു ഏരിയയിലുള്ള ഒരു സ്കൂൾ ഡിസ്ട്രിക്റ്റ് എന്ന് പറയും. അവിടെ ഒരു പബ്ലിക് സ്കൂൾസ് ഒരു 5-6 എണ്ണം ഒരു ഏരിയയിൽ കാണും. എല്ലാത്തിൻ്റെയും ഒരു സൂപ്രണ്ടൻ്റാണ് ഉള്ളത്. അവരാണ് തീരുമാനിക്കുന്നത് ഏത് സ്കൂളിൽ ഏത് ടീച്ചറിനെ വേണം നിയമിക്കാനെന്നൊക്കെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ആ ടീച്ചറിൻ്റെ സഹായം ഉണ്ടായിരുന്നത് കൊണ്ട് വളരെ പ്രശ്നമൊന്നും കൂടാതെ ഞങ്ങൾക്ക് ജിമ്മിയുടെ വിദ്യാഭ്യാസ കാലം കൈകാര്യം ചെയ്യാനൊത്തു. പിന്നെ ജിമ്മി നാട്ടിൽ വരുമ്പോഴത്തേക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. പുള്ളിക്ക് ഇവിടെ വരുമ്പോൾ വലിയ സന്തോഷമാണ്. ഇവിടെ കസിൻസിൻ്റെ അടുത്ത് പെരുമാറുന്നതും പിന്നെ വലിയ എൻ്റെ ഫാദർ ഉണ്ടായിരുന്നു. ഫാദറിനെ വലിയ ഇഷ്ടമായിരുന്നു. കാലെ കെട്ടിപ്പിടിച്ച് എന്നെ അമേരിക്കയ്ക്ക് വിടരുത് എന്നും പറഞ്ഞ് പുള്ളിയെ കരയും. പുള്ളിക്ക് ഇംഗ്ലീഷേ പറയത്തുള്ളൂ, പക്ഷേ എങ്ങനെയോ അച്ചായന് മനസ്സിലാകുമായിരുന്നു അവൻ പറയുന്നത് എന്നാണെന്നുള്ളത്. അതുകൊണ്ട് അപ്പം നാട്ടിൽ ജീവിക്കുന്നവന് വലിയ ഇഷ്ടമാണെന്നുള്ള ഒരു തീരുമാനം നേരത്തെ തന്നെ ഞങ്ങൾക്ക് അറിയാമായിരുന്നു. അത് കഴിഞ്ഞ്
1988 ഞങ്ങളിവിടെ നാട്ടിൽ ഒരു 6 ആഴ്ചത്തേക്ക് ഞങ്ങൾ ഫാമിലി മുഴുവനായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞ് തിരിച്ച് ചെന്ന് കഴിഞ്ഞപ്പോൾ മുതലേ ജിമ്മി ഇങ്ങനെ കണ്ടമാനം പെടലി കാട്ടുക, ഇതൊരു വലിയൊരു ഇതായിട്ട് ഒരു രീതിയിലും എന്നെ മരുന്ന് കൊടുത്തിട്ടും ഒന്നും യാതൊരു രീതിയിലും നിയന്ത്രിക്കാൻ വയ്യാത്ത രീതിയിലായി. അന്നേരം പിന്നെ അവിടുത്തെ ഒരു ക്ലീവ്ലൻഡ് ക്ലിനിക് എന്ന് പറഞ്ഞൊരു ഫേമസ് ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട്. ഇവിടെ ഈ പുറത്തെ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഹാർട്ട് ഓപ്പറേഷൻസിനൊക്കെ ആൾക്കാർ വരുന്നത് ആ ക്ലിനിക്കിലാണ്. അത് എത്ര ഫേമസ് ആണ്. അവിടെ ഒരു പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റിനെ പോയി കണ്ടു. അദ്ദേഹം അവിടെ 2 ദിവസം ഇവനെ അഡ്മിറ്റ് ചെയ്തു. ഒരു MRI അനസ്തീഷ്യ കൊടുത്തൊരു MRI ബ്രെയിൻ ഒക്കെ എടുത്തു നോക്കി. എന്നിട്ടും യാതൊരു രോഗവും കാണുന്നില്ല. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഈ രോഗം എന്താണെന്ന് എനിക്ക് അറിയാൻ വയ്യ, പക്ഷേ ഇനിയും കുഞ്ഞിനെ മയക്കി കിടത്തുക അല്ലാതെ കണ്ട് വേറെ യാതൊരു മാർഗ്ഗവും ഇല്ല, മരുന്ന് ഒന്നും ചെയ്യാനൊക്കത്തില്ല. ഇത് 1988 അപ്പോൾ അന്ന് ഞങ്ങൾ തീരുമാനിച്ചതായാലും അവനെ അങ്ങനെ അവിടെ ഈ മയക്കി കിടത്തി പരിചരിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നാട്ടിലേക്ക് തിരിച്ചു പോരാം എന്നുള്ള പ്ലാനിൽ ഞങ്ങളിവിടെ ഒരു വീട് പണിയാൻ തീരുമാനിച്ചു. അപ്പോൾ എൻ്റെ അമ്മച്ചി 1989 മരിച്ചായിരുന്നു. ആ സമയത്ത് ഇവിടെ വന്നപ്പോഴത്തേക്ക് കുറച്ച് സ്ഥലം, ഒരു 10-30 സെൻറ്റ് സ്ഥലം ഞാനിവിടെ മേടിച്ചായിരുന്നു. അപ്പം ആ സ്ഥലത്തെ 90 മുതൽ ഒരു വീട് പണിയാനായിട്ട് ആരംഭിച്ചു. അങ്ങനെ ഇരുന്നു. ഇവിടെ വന്നു വീട് പണിതു. ഞങ്ങൾ 92 ഇവിടെ വന്ന് വീട്ടിൽ കയറി താമസിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ 92 ഏതായാലും തിരിച്ചു പോയി കഴിഞ്ഞിട്ടെല്ലാം വൈൻഡപ്പ് ചെയ്ത് അമേരിക്കയിൽ നിന്ന് തിരിച്ചിങ്ങി പോരാമെന്നുള്ള ഉദ്ദേശത്തിൽ അവിടെ ചെന്നപ്പോഴാണ് നായ്ക്കമ്പറമ്പിലച്ഛൻ അമേരിക്കയിൽ ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോഴേ ഇവിടെ ആദ്യമേ ആയുർവേദ ചികിത്സ ഇവിടെ ചെയ്ത സമയത്ത് പെരുന്നയിലൊരു ഒരു പ്രൊഫസർ റിട്ടയർഡ് ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു. അദ്ദേഹം ആയുർവേദ ചികിത്സ ചെയ്യുന്നതിൽ വളരെ സമർത്ഥനായിരുന്നു. അദ്ദേഹം പറഞ്ഞ് എന്നോട് പറഞ്ഞായിരുന്നു, ഡോക്ടറെ പോട്ടയിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കണം ഈ കുഞ്ഞിന് വേണ്ടിയിട്ട്, ഇത് സാധാരണ രോഗമല്ല, അതുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പോട്ടയിലൊന്നും അപ്പം പോട്ടയിൽ പോകണമെന്ന് എൻ്റെ ബന്ധുക്കൾ പലരും പറയുമായിരുന്നു, അവിടെ പോയി ധ്യാനിക്കണം. ഞാൻ പറഞ്ഞു അത്ഭുതങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഇതിനകത്തൊന്നും അർത്ഥമൊന്നുമില്ലെന്നും പറഞ്ഞ് ഞാൻ അങ്ങനെ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഏതായാലും അവിടെ അച്ഛൻ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ ഒരു കസിൻ, അച്ഛൻ്റെ അപ്പൻ്റെ ജ്യേഷ്ഠൻ്റെ മകൾ, ഒരു അനസ്തീസിയോളജിസ്റ്റ് ഞങ്ങളുടെ അവിടുന്ന് ഒരു 90 മൈൽ അകലെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അവർക്കും ഇതുപോലത്തെ ഒരു കുഞ്ഞുണ്ടായിരുന്നു. ആ കുഞ്ഞിനെ ഞങ്ങളുടെ ഇവിടെ പെരുന്നാളുടെ ഈ ഡോക്ടർ പ്രൊഫസർ ചികിത്സിക്കുന്നുണ്ട് പറഞ്ഞ് അവരിവിടെ വന്ന് ചികിത്സ നടത്തുന്നുണ്ടായിരുന്നു. അപ്പം പരസ്പരം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആശയവിനിമയം നടത്തിക്കൊണ്ടിരുന്നത് കൊണ്ട് നായ്ക്കമ്പറമ്പിലച്ഛൻ അമേരിക്ക വരുമ്പോഴത്തേക്ക് എന്തായാലും എൻ്റെ വീട്ടിൽ വരും, അതുകൊണ്ട് ഞാൻ പൊന്നമ്മയെ വിളിക്കാം, അന്നേരം മോനെയും കൊണ്ട് വരാനെന്നും പറഞ്ഞ് ഞങ്ങളോട് പറഞ്ഞു. ഒരു ദിവസം രാത്രി ഒരു 11 മണിയായപ്പോഴത്തേക്കാണ് ഞങ്ങളെ വിളിച്ച് ഇങ്ങനെ അച്ഛൻ വന്നിട്ടുണ്ട്, അവരുടെ വീട്ടിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങളവിടെ ചെന്നു. ഏകദേശം ഒരു രാത്രി 1 മണിയായി ഞങ്ങൾ അച്ഛനെ കാണുമ്പോൾ. അച്ഛനപ്പം ആദ്യമേ കണ്ടപ്പോഴത്തേക്ക് അച്ഛൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ കുഞ്ഞിൻ്റെ അസ്വസ്ഥതയെക്കുറിച്ച്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, കുറച്ച് നേരം ഇങ്ങനെ പ്രാർത്ഥിച്ചു പറഞ്ഞു, ഈ കുഞ്ഞിനെ നിങ്ങൾക്ക് ദൈവം തന്നത് ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ്, അതെന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇനി ഏതായാലും ഇവിടെ അടുത്ത് തന്നെ ഒരു 4 ദിവസത്തെ ധ്യാനമുണ്ട്, നിങ്ങൾ ആ ധ്യാനം വന്ന് കൂടണമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് അച്ഛൻ്റെ അടുത്ത് പോകുന്നതിനകത്ത് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പൊന്നമ്മയോട് പറഞ്ഞു, വലിയ പ്രതീക്ഷയോടുകൂടി പോയതാണ്, ധ്യാനം കൂടാനുള്ള ഉപദേശമായിട്ട് നമ്മൾ തിരിച്ചു പോരുക എന്ന് പറഞ്ഞാൽ പൊന്നമ്മയെ ഒരു തരം പരിഹസിച്ച് സംസാരിച്ചുകൊണ്ട് വീട്ടിൽ വന്നു. ഏതായാലും പിറ്റേ ദിവസം എൻ്റെ പെങ്ങളും ഒരു മകനും അന്ന് അമേരിക്കയിൽ വന്നിട്ടുണ്ടായിരുന്നു ഇവിടുന്ന്. അവർക്ക് വലിയ താല്പര്യമായിരുന്നു അച്ഛൻ്റെ ധ്യാനത്തിന് പോകണമെന്ന്. അപ്പോൾ പൊന്നമ്മയെ അവർ സ്വാധീനിച്ച് ഇവർക്ക് വലിയ നിർബന്ധം. ഞാൻ പറഞ്ഞു, ഏതായാലും ഞാൻ ധ്യാനത്തിന് നിങ്ങളെ അവിടെ കൊണ്ട് വിടാം, പക്ഷേ എന്നോട് അവിടെ കയറി ഇരിക്കാൻ പറയരുത്, അവിടെ കൊണ്ട് വിടാം, തീർന്നു കഴിയുമ്പോഴത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോരുകയും ചെയ്യാമെന്നും പറഞ്ഞ് അവിടെ ചെന്ന് ഒരു സ്കൂളിൻ്റെ ഘട്ടത്തിലായിരുന്നു ഈ ധ്യാനം നടക്കുന്നത്. രാവിലെ അവിടെ കൊണ്ട് ഇവരെ ആക്കി കഴിഞ്ഞിട്ട് ഞാൻ പുറത്തിറങ്ങി കാറേ കയറി തിരിച്ചു പോരാണ്ടിറങ്ങിയപ്പോഴത്തേക്ക് എൻ്റെ 2-3 ക്ലാസ്മേറ്റ്സ് അവർ വന്നു. നീ എന്നടാ ജോർജിയ പോകുന്നത്, നിർബന്ധമാണെന്നും പറഞ്ഞ് എന്നെ പിടിച്ചു വലിച്ചുകൊണ്ട് അവിടെ പോയി ധ്യാനത്തിന് കയറി. അപ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് എല്ലാവരും ഇങ്ങനെ കൈപ്പൊക്കി ഹാലേലുയ്യ പറഞ്ഞു. അപ്പോൾ എനിക്ക് ആകപ്പാടെ ഒരു വലിയ വിഷമമായി ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട്. അപ്പം അവരുമൊക്കെ ഞാൻ അപ്പുറത്തും ഇപ്പുറത്തും നോക്കുമ്പോഴത്തേക്ക് അവരും കണ്ണടച്ചുകൊണ്ട് നിന്ന് ഇങ്ങനെ കൈപ്പൊക്കി. അപ്പോൾ അവർ കാണുന്നില്ലല്ലോ എന്നുള്ളൊരു ധൈര്യത്തിൽ ഞാനും കൈയും പൊക്കി ഹാലേലുയ്യ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി.
അങ്ങനെ ആദ്യത്തെ ദിവസം അങ്ങനെ തീർന്ന് 2-3 ദിവസം കഴിഞ്ഞപ്പോഴേ മൂന്നാമത്തെ ദിവസം അച്ഛൻ കുർബാനയുടെ സമയത്ത് ഇങ്ങനെ പറഞ്ഞു, ഭിന്നശേഷിയുള്ള ഒരു കുഞ്ഞിനെ 35% ഹീലിംഗ് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു. ഉടനെ പൊന്നമ്മ ഇങ്ങനെ കൈപൊക്കി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ആ സമയത്ത് പെട്ടെന്നൊരു വലിയ വേദന വലത്തെ കയ്യിൽ തോന്നി. വലിയൊരു ഒരു ഷോക്ക് പോലെ ഭയങ്കരമായിട്ട്. അത് കഴിഞ്ഞ് കൈ താത്തിടാൻ സാധിച്ചില്ല. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു എല്ലാം കഴിഞ്ഞപ്പം പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ പെങ്ങൾ പറഞ്ഞു, ജിമ്മിക്കാ ഹീലിംഗ് കിട്ടിയത് എന്നിങ്ങനെ പറഞ്ഞേ. അപ്പം അത് കഴിഞ്ഞ് പൊന്നമ്മ എന്നോട് പറഞ്ഞു, എനിക്കെൻ്റെ കൈ ഭയങ്കര വേദന, എനിക്കെൻ്റെ കൈ താക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞു, വെളുക്കാൻ തേച്ചത് പാണ്ടായി, കൊച്ചിനെ സുഖപ്പെടുത്താൻ വന്നു, ഇനിയും വേറൊരു രോഗി കൂടി എനിക്കായിട്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വീട്ടിലെത്തി ധ്യാനമെല്ലാം കഴിഞ്ഞ് ഞങ്ങളെ ഈ ധ്യാനം നടക്കുന്ന ഒരു 90 മൈൽ അകലെയാണ്. അവിടെ നിന്ന് ഒരു 1.5-2 മണിക്കൂർ ഡ്രൈവ് ചെയ്താണ് വീട്ടിലെത്തിയത്. ഇപ്പോൾ രാത്രി ഏകദേശം 1 മണിയായി. അപ്പോൾ ജിമ്മിയെ നോക്കിക്കൊണ്ടിരുന്ന ഒരു വല്യമ്മ ഉണ്ടായിരുന്നു. ആ വല്യമ്മയെ വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് ഞാൻ വരാം. അത് കഴിയുമ്പോഴത്തേക്ക് അപ്പോൾ പൊന്നമ്മ എന്നോട് പറഞ്ഞു, എനിക്കെൻ്റെ കൈ കൊണ്ട് എനിക്കെൻ്റെ ബ്ലൗസ് ഒന്ന് ഊരാനായിട്ട് ഹെൽപ്പ് ചെയ്യണം, എനിക്ക് കൈ അനക്കാൻ വയ്യെന്ന്. ഞാൻ പറഞ്ഞു, ഏതായാലും ആ വല്യമ്മയെ കൊണ്ട് വിട്ട് കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന്. തിരിച്ച് ഞാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പൊന്നമ്മ ഒരു പ്രശ്നവും കൂടാതെ അതിലെ ഓടി നടക്കുന്നു, അവിടെ എല്ലാവർക്കും ഭക്ഷണം കൂടെ കിട്ടുന്നു. അപ്പം ഞാൻ ചോദിച്ചു, സഹായമൊന്നും വേണ്ട, എന്നെ പറ്റി ഞാനിവിടെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ജിമ്മി ഇറങ്ങുമായിരുന്നു. ഞാൻ അവൻ്റെ മുറിയിൽ ചെന്ന് കഴിഞ്ഞേച്ച് പ്രൈസ് ദ ലോർഡ് പറഞ്ഞ് അവൻ്റെ ദേഹത്തേക്ക് എൻ്റെ മറ്റേ കൈ കൊണ്ട് തൊട്ടപ്പോഴത്തേക്ക് എൻ്റെ വേദന അങ്ങ് പെട്ടെന്നങ്ങ് പോയി എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് വല്ല കാര്യം കാണുമല്ലോ എന്നിങ്ങനെ ചിന്തിച്ചു. എന്നിരുന്നാലും എൻ്റെ ഒരു വിശ്വാസക്കുറവ് അതിന് ഞാൻ റെസ്റ്റ് ചെയ്യുന്നു. ഇതിനകത്ത് കാര്യമൊന്നുമില്ല, ചുമ്മാ വെറുതെ അവർക്ക് തോന്നിയതായിരിക്കും എന്നിങ്ങനെ വിചാരിച്ച് അങ്ങനെ അങ്ങ് പോയി. പിന്നെയും ധ്യാനത്തിന് പോയി പിറ്റേ ദിവസം പോയപ്പോൾ പൊന്നമ്മയ്ക്ക് വലിയ നിർബന്ധം അച്ഛനെ ഒന്ന് നേരിൽ കാണണമെന്ന്. അപ്പോൾ അവിടെ സ്റ്റേജിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നായ്ക്കമ്പലത്തിൻ്റെ അടുത്ത്. അപ്പോൾ അച്ഛൻ അവിടെ സ്റ്റേജിൻ്റെ അങ്ങേറ്റത്തേക്ക് ഒരുപാട് ആൾക്കാർ ചുറ്റും നിൽപ്പപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് കയറി ചെന്ന് കഴിഞ്ഞ് അച്ഛൻ ഇങ്ങോട്ട് ഇറങ്ങി വന്ന് കോൾ അടിച്ചു പോയല്ലോ, പരിശുദ്ധാരു വീടേന്നും പറഞ്ഞ് അച്ഛൻ നടന്നങ്ങ് പോയി. ഞങ്ങളെ ഒരു പരിചയം ഉണ്ടായിരുന്നല്ല, 2 ദിവസം മുമ്പ് കണ്ടിരുന്നു എന്നുള്ളതേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ അച്ഛൻ്റെ ധ്യാനങ്ങളിൽ 1-2 പ്രാവശ്യം ഞങ്ങൾ പോയി. ആ വർഷം അങ്ങനെ അങ്ങ് പോയി. അത് കഴിഞ്ഞ് സ്കൂളിൽ ജിമ്മിൽ സ്വല്പം വ്യത്യാസങ്ങളൊക്കെ കാണുന്നുണ്ട്. ഈ ക്രയോൺസ് കടിച്ച് തിന്നുന്നതിലും ഇതിലൊക്കെ അവൻ്റെ പെരുമാറ്റത്തിൽ അല്പമൊക്കെ വ്യത്യാസം തോന്നി തുടങ്ങി. അന്നേരം ടീച്ചേഴ്സ് ചോദിച്ചു, ജിമ്മിക്ക് പുതിയ മരുന്ന് വല്ലതും കൊടുക്കുന്നുണ്ടോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പം പുതിയ മരുന്നൊന്നും കൊടുക്കുന്നില്ല എന്നിങ്ങനെ പറഞ്ഞു. പക്ഷേ പ്രാർത്ഥനയൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യമൊന്നും ഞങ്ങൾ അവരോട് പറഞ്ഞില്ല. അങ്ങനെ ആ പ്രാർത്ഥനയും അച്ഛൻ്റെ കൂടെ നടത്തുന്ന പ്രാർത്ഥനയും ഇതൊക്കെ കണ്ടിന്യൂ ചെയ്താണ് ജിമ്മിക്ക് പുരോഗതി ഉണ്ടാകാൻ തുടങ്ങിയത്. അങ്ങനെ ജിമ്മിച്ചൻ്റെ ജീവിതത്തിൽ പുരോഗമനപരമായ പല മാറ്റങ്ങളും കണ്ടു തുടങ്ങി. ഈ മാറ്റങ്ങളെ വളരെ ശുഭസൂചകങ്ങളായി ഡോക്ടറും കുടുംബവും കാണാൻ തുടങ്ങി. ജിമ്മിച്ചൻ്റെ ജീവിതത്തിലെ പുതിയ അനുഭവങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം.